ഞാനെപ്പോഴും ഒരു ഹിന്ദു കോസ്തുകളാണ്. പെന്തക്കോസ്തുകളെ പോലെ ഹിന്ദു കോസ്തുകൾ. അല്ല, ഞാൻ ഈ ബൈബിൾ എന്തോ വലിയ പുണ്യഗ്രന്ഥമാണെന്നാണ് പറയുന്നത്. എതിർക്കുന്നവരെ മലം വാരി എറിയാൻ പറയുന്ന യഹോവ. അതെ. അതായത് അച്ഛനെയും മക്കളെയും കുടുംബത്തെ തന്നെ ചുട്ടുകരിക്കാൻ പറയുന്നത്. അന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഒട്ടുമിക്ക സന്യാസിമാരുടെയും ഒരു മണിക്കൂർ പ്രഭാഷണത്തിൽ എവിടെയെങ്കിലും ക്രിസ്തുവിനെ പരാമർശിക്കാതെ, ബൈബിൾ പരാമർശിക്കാതെ അവർക്ക് ഹിന്ദുമതം പറയാനാവുന്നില്ല. അമ്മമാർ ഭരണം കയ്യിലെടുത്ത നാടാണ് തിരുവനന്തപുരം. സേതുലക്ഷ്മിബായി. ഇപ്പോൾ ഈ കാണുന്ന റിഫോർമേഷൻ ഒന്നും നമ്മുടെ മുഖ്യമന്ത്രിയോ മുമ്പത്തെ മുഖ്യമന്ത്രി ഉണ്ടാക്കിയതല്ലല്ലോ. ഇപ്പോൾ യേശു പരമേശ്വരൻ്റെ പുത്രനാണ്. അല്ലെങ്കിൽ മുഹമ്മദ് നബി മുത്തുരത്നമാണ്. എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. നാരായണ ഗുരുവിനെ പോലെ ഇത്രയും മഹാനായൊരു കവി, അല്ലെങ്കിൽ ഇത്രയും മഹാനായൊരു ദാർശനികൻ, എന്ത് ദാർശനിക ഗരിമയാണ് ബൈബിളിലുള്ളത്, എന്ത് ദാർശനിക ഗരിമയാണ് ഖുറാനിലുള്ളത്, എനിക്ക് മനസ്സിലായിട്ടില്ല. നിയോ വേദാന്തം ചെയ്ത് എന്താണെന്നറിയോ? ഹിന്ദു മതത്തിലെ പൗരോഹിത്യത്തെ വളരെ മോശമാക്കി ചിത്രീകരിക്കും. കാരണം അത്രത്തോളം കഴിഞ്ഞ 150 വർഷമായിട്ട് ഹിന്ദുക്കൾ സ്വന്തം സംസ്കാരത്തെക്കാൾ ക്രിസ്തീയ സംസ്കാരത്തെ ബഹുമാനിക്കാൻ പഠിച്ചു. എൻ്റെ നാരായണനെ കൂരാണ എന്നും അവൻ്റെ യേശുവിനെ യേശു ഭഗവാൻ എന്ന് ഞാൻ വിളിക്കേണ്ട കാര്യമുണ്ടോ? പൗരോഹിത്യത്തെ, ഹിന്ദുമതത്തിലെ പൗരോഹിത്യത്തെ എതിർക്കാൻ വേണ്ടി ബുദ്ധമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും പല തവണ പല സമയങ്ങളിലായിട്ട് ഹിന്ദു നാമധാരികളായ പണ്ഡിതന്മാരെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നെ പോലെ ചില ആൾക്കാരൊക്കെ ഇതിനെ സെമറ്റിക് ഹിന്ദുമതം എന്ന് പറയുന്നത്. അല്ല, സെമറ്റിക് ഹിന്ദു എന്നല്ല ഇതിനെ പറയേണ്ടത്. ഞാനെപ്പോഴും ഒരു ഹിന്ദു കോസ്തുകളാണ്. പെന്തക്കോസ്തുകളെ പോലെ ഹിന്ദു കോസ്തുകൾ. മനസ്സിലായോ? ഏകരക്ഷകൻ യേശു, മറ്റൊക്കെ തത്വം. അപ്പം ഇത് ഈ ശരിയായ വേദാന്തം ഇതല്ലാന്ന് എനിക്ക് ബോധ്യമുണ്ട്. ശരിയായ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഭഗവാൻ രമണ മഹർഷി മഹാപുരുഷനാണ്, അവതാരവരിഷ്ഠനാണ്. രമണ മഹർഷി ഒരിക്കൽ, അദ്ദേഹം ആകെ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അദ്ദേഹം പഠിച്ചത് ഒരു സ്കോട്ടിഷ് സ്കൂളിലാണ്, ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. അദ്ദേഹം ബൈബിൾ മുഴുവൻ പഠിച്ചാണ്. സ്കൂൾ പഠിപ്പിക്കുവർ, ഹിന്ദു കുട്ടികളെ പഠിപ്പിക്കുവർ. അപ്പം അദ്ദേഹം ഒരിക്കൽ എന്തോ പറഞ്ഞു, ബി സ്റ്റിൽ ആൻഡ് നോ ദറ്റ് ഐ എം ഗോഡ്. അതാണ് ശരിയായ വേദാന്തത്തിൻ്റെ അർത്ഥം. രമണ മഹർഷി പറഞ്ഞു. ഇത് സാഹിബന്മാർ ലോകം മുഴുവൻ കൊണ്ട് കച്ചവടമാക്കുന്നുണ്ട്. ക്രിസ്തുമതത്തിൻ്റെ കാളെ കൂടെ നിങ്ങളുടെ രമണ മഹർഷി പോലും ബൈബിളിൽ അംഗീകരിച്ചെന്ന്. പക്ഷേ ശരിക്കും ആ ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റ് എന്താണ്? ബൈബിളിലെ യഹോവ എന്ന ദൈവം അടക്കി ഭരിക്കുന്ന, ക്രൂരവുമായി നിന്ദ്യവുമായി എതിരുകാരെ നശിപ്പിക്കുന്ന, ശപിക്കുന്ന, നരകത്തിട്ട് തീയിലിട്ട് വേവിക്കുന്ന ഒരു ക്രൂരനായ ദൈവമായിട്ടാണ്. അല്ല, വായിച്ച എല്ലാവർക്കും, ഞാൻ പറഞ്ഞല്ലോ, വായിച്ച എല്ലാവർക്കും മനസ്സിലാവും. അല്ല, ഞാൻ ഈ ബൈബിൾ എന്തോ വലിയ പുണ്യഗ്രന്ഥമാണെന്നാണ് പറയുന്നത്. എതിർക്കുന്നവരെ മലം വാരി എറിയാൻ പറയുന്ന യഹോവ. അതെ. അതായത് അച്ഛനെയും മക്കളെയും കുടുംബത്തെ തന്നെ ചുട്ടുകരിക്കാൻ പറയുന്നത്. അതായത് സഹോദരനും സഹോദരൻ തമ്മിൽ അടുപ്പിക്കുക, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിനെ എതിർക്കുകയല്ല, അത് അവരുടെ ഇഷ്ടവിശ്വാസം. പക്ഷേ ഒരു ഹിന്ദു മാസ്റ്റർ അത് പറയുമ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ടല്ല പറയുന്നത്. ഞാൻ അവരുടെ വിശ്വാസത്തെ എതിർക്കില്ല. അവർ മലം വാരി എറിയുകയോ പൂ വാരി എറിയോ, അത് അവരുടെ ഇഷ്ടം. ഞാൻ അതിനെ എതിർക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നിയോ വേദാന്തം വന്ന സമയത്ത് എന്തുണ്ടായി? ഹിന്ദുമതത്തിൽ തത്വങ്ങൾ പറയാൻ വേണ്ടി ബൈബിളിൻ്റെ സഹായം തേടുന്ന, അതായത് നദിയിലേക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ട് കോരിയിടുക. ഹിന്ദുമതം ഒരു നദിയാണ്, അതിലെ വെള്ളം നല്ലതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കിണറിലെ വെള്ളവുമായിട്ട് താരതമ്യപ്പെടുത്തി പറയും. നിങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഒട്ടുമിക്ക സന്യാസിമാരുടെയും ഒരു മണിക്കൂർ പ്രഭാഷണത്തിൽ എവിടെയെങ്കിലും ക്രിസ്തുവിനെ പരാമർശിക്കാതെ, ബൈബിൾ പരാമർശിക്കാതെ അവർക്ക് ഹിന്ദുമതം പറയാനാവുന്നില്ല. കാരണം അവർ പഠിച്ചത് ബൈബിളാണ്. 2 കൊല്ലം എന്തോ വേദാന്തം പഠിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇത് പറഞ്ഞാൽ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഹിന്ദുത്വം എന്ന് പറഞ്ഞതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ, ഇവർ നിലനിൽക്കുന്ന, ഈ സന്യാസിമാരിൽ പലരും നിലനിൽക്കുന്നത് ഹിന്ദുത്വത്തിൻ്റെ ബെനിഫിറ്റ്സ് പേറിക്കൊണ്ടാണ്. രാഷ്ട്രീയ നേട്ടങ്ങളോ രാഷ്ട്രീയ സ്ഥാനങ്ങളിലിരിക്കുന്നവർ പരിചയം. അപ്പം ഇവരെ വിമർശിച്ചാൽ കൂട്ടായ ആക്രമണം വിമർശിക്കുന്ന നേരിടേണ്ടി വരും. ഞാൻ എത്രത്തോളം ഫാക്ച്വലായിട്ട് സംസാരിച്ചാലും എന്നെ തമസ്കരിക്കാൻ അവർക്ക് കഴിയും. വേദികൾ നിഷേധിക്കാം, എന്നെപ്പറ്റി പറഞ്ഞുണ്ടാക്കാം, കുറ്റം പറഞ്ഞുണ്ടാക്കാം, ഒക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞത് ഈ നിയോ വേദാന്തിക് ഷിഫ്റ്റ് ഉണ്ടല്ലോ, അന്ന് തുടങ്ങിയതാണ് ഹിന്ദുവിൻ്റെ ഭൂമി മുഴുവൻ മറ്റു മതസ്ഥർ കൊണ്ടുപോയി. ചോദിക്കാൻ ആളില്ല, കാരണം എല്ലാവരും വേദാന്തികളാണ്. പരമഹംസ യോഗാനന്ദനൊക്കെ ഒരു ഗീതയുടെ ഒരു കോട്ട് പറഞ്ഞാൽ താഴെ അതിൻ്റെ ബൈബിൾ കോട്ട് എഴുതും. ആ പുസ്തകം മുഴുവൻ ഒരു 50% ബൈബിളാണ്. ഞാൻ ഈ പുസ്തകം വായിച്ചതാണ്.
കുറച്ച് കാലമൊക്കെ ഇതിനകത്ത് ഇൻഫ്ലുവൻസ്ഡ് ആയിപ്പോയി. പിന്നെ അതിനുശേഷം ഒരു റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഞാനത് ലിറ്ററലി എടുത്ത് കളഞ്ഞു. സ്വാമി രാമയുടെ പുസ്തകം ഞാൻ പറഞ്ഞപ്പോ എനിക്ക് ഹേറ്റേഴ്സ് കൂടും, അതിന് ഹേറ്റേഴ്സ് ഒരുപാടുണ്ട്. ഇത് ഈ പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങളല്ല, ഈ ഒരു സെമറ്റിക് സന്യാസി ടീംസിന്റെ ഈ സെമറ്റിക് എന്ന വാക്ക് മനസ്സിലാക്കി പറയണം. സെമറ്റിക് എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു മതപരമായ ബന്ധവുമില്ല, അത് ഭാഷാപരമാണ്. സെമിറ്റിക് ലാംഗ്വേജസ് ആ റീജിയൻ ആണ് പറയുന്നത്. സെമിറ്റിക് റീജിയൻ, അറബിക്, അർമേയ ഭാഷ, ഹീബ്രു, ആ നാട്ടിലെ ഭാഷകൾ രൂപപ്പെട്ട ആ ഭാഷകളിൽ പ്രചരിപ്പിക്കട്ട പുസ്തകങ്ങളുള്ള മതങ്ങളെ അർത്ഥമുള്ളൂ. അപ്പോൾ സെമിറ്റിക് എന്ന പദം ഒരു ഭാഷാപരമായ ഡിവിഷനാണ്, അല്ലാതെ അതൊരു ഐഡൻറ്റിറ്റിയാണ്, അല്ലാതെ അത് മതവുമായിട്ട് ബന്ധപ്പെട്ടല്ല. ആ ഭാഷയിൽ പറഞ്ഞ മതങ്ങളെ ആയിരിക്കും ഒരുപക്ഷെ സെമിറ്റിക് റിലീജിയൻ വിളിക്കുന്നത്. അത് സെമിറ്റിക് നമ്മൾ വിചാരിക്കുന്നത് ചട്ടക്കൂടുള്ള മതങ്ങൾ എന്നാണ്, അല്ല. സെമിറ്റിക് ഇസ് എ ലിംഗ്വിസ്റ്റിക് ഐഡൻറ്റിറ്റി, അതൊരിക്കലും ഒരു പിന്നെ കൾച്ചറൽ അല്ലല്ല, ഇത് ലിംഗ്വിസ്റ്റിക് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ 1-2 ഇൻ്റർവ്യൂ പറഞ്ഞു സന്യാസിമാരല്ല പഠിപ്പിക്കേണ്ടത്. തീർച്ചയായിട്ടും സന്യാസിമാർ പഠിപ്പിക്കണം ആരെ? അവരുടെ ആശ്രമങ്ങളിലുള്ള ബ്രഹ്മചാരികളെ. ജീവിതാസക്തിയുള്ള കർഷകനും ജീവിതാസക്തിയുള്ള കച്ചവടക്കാരനും ജീവിതാസക്തിയുള്ള എഞ്ചിനീയറും അല്ലെങ്കിൽ ജീവിതാസക്തിയുള്ള ടീച്ചറും ഇതല്ല കേൾക്കേണ്ടത്. തീർച്ചയായിട്ടും അവർ ഗൃഹസ്ഥരായ ശാസ്ത്രികളെ, പുരോഹിതരെ കേൾക്കണം. പുരോഹിതർ വേണം നമുക്ക്. ഇപ്പോൾ നിയോ വേദാന്തം ചെയ്തത് എന്താണെന്നറിയോ? ഹിന്ദു മതത്തിലെ പൗരോഹിത്യത്തെ വളരെ മോശമാക്കി ചിത്രീകരിക്കുക. അത് നേരത്തെ പറഞ്ഞ നിങ്ങൾ സെമിറ്റിക് എന്ന് വിളിച്ച മതങ്ങളുടെ സവിശേഷതയാണ്. അവർ അവരുടെ പൗരോഹിത്യത്തെ തലയ്ക്ക് മേലെടുത്ത് വയ്ക്കും. മറ്റുള്ള മതത്തിലെ പൗരോഹിത്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സോഷ്യൽ റിഫോമേഴ്സ് എന്ന പേരിൽ കുറേ വ്യാജ ചരക്കുകളെ അവതരിപ്പിക്കും. ഞാനിത് 2018 ലേഖനങ്ങൾ എഴുതി. രാജാറാം മോഹൻ റോയ്, 1ാം തരം ക്രിസ്ത്യൻ സ്റ്റൂജായിരുന്നു. ഞാൻ എഴുതി ഒരു ലേഖനമല്ല, 13 ലേഖനം എഴുതി. അന്ന് എൻ്റെ താഴെ മുഴുവൻ തെറിവിളിയായിരുന്നു. നീ ആരാടാ രാജാറാം മോഹൻ റോയെ പറയാൻ? ആരാ പറയുന്നത്? ഹിന്ദുക്കളാണ്, ക്രിസ്ത്യാനികളല്ല. കാരണം അത്രത്തോളം കഴിഞ്ഞ 150 വർഷമായിട്ട് ഹിന്ദുക്കൾ സ്വന്തം സംസ്കാരത്തെക്കാൾ ക്രിസ്തീയ സംസ്കാരത്തെ ബഹുമാനിക്കാൻ പഠിച്ചുപോയി. തീർച്ചയായും പരസ്പര ബഹുമാനം വേണം, പരസ്പരം വേണം. എൻ്റെ നാരായണനെ കൂരാണെന്നും അവൻ്റെ യേശുവിനെ യേശു ഭഗവാൻ എന്ന് ഞാൻ വിളിക്കേണ്ട കാര്യമുണ്ടോ? അത്രേ ഞാൻ പറഞ്ഞോളൂ. അല്ല, ഐ നീഡ് എ മ്യൂച്വൽ റെസ്പെക്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ രാജാറാം മോഹൻ റായ് ഈ സതി നിർത്തലാക്കുക എന്നൊരു സമ്പ്രദായമായിട്ട് വന്നിരിക്കുന്നു. ഇത് നമ്മൾ സ്റ്റഡി ചെയ്ത് നോക്കുമ്പം ഇന്ത്യ എന്ന് പറയുന്ന ഇന്നത്തെ മോഡേൺ ഇന്ത്യയിൽ ഒരു കോർണറിൽ കിടക്കുന്നൊരു സ്ഥലമാണ്. ഇവിടെ കേരളം ഉൾപ്പെടെ, തമിഴ്നാട് ഉൾപ്പെടെ, ആന്ധ്ര ഉൾപ്പെടെ പല സ്ഥലത്തും ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു. സ്ത്രീകൾ ഭർത്താക്കന്മാരെ ബന്ധം ഒഴിഞ്ഞിട്ട് പുതിയ വിവാഹം കഴിക്കുന്നു. നമ്മൾ തിരുവനന്തപുരത്തല്ലേ ഇരിക്കുന്നു? അതെ, തീർച്ചയായിട്ടും. ഇവിടെ ഒരു രാജാ രവിവർമ്മയുടെ ചിത്രം കണ്ടിട്ടുണ്ടോ? ഹിയർ കംസ് പപ്പ കണ്ടിട്ടുണ്ടോ? ഒരു പട്ടിക്കുട്ടി താഴെ ഇരിക്കുന്നു, ഒക്കത്ത് റാണി ഒരു കുഞ്ഞിനെ എടുത്തിട്ട് അച്ഛൻ അതാ വരുന്നു എന്ന് പറയാണ്. ആ ചിത്രം എന്താണ് കാണിക്കുന്നത്? രാജാ രവിവർമ്മ വരച്ചത് എന്താ കാണിക്കുന്നത്? അതായത് അമ്മമാർ ഭരണം കയ്യിലെടുത്ത നാടാണ് തിരുവനന്തപുരം. സേതു ലക്ഷ്മിബായി, ഇപ്പോൾ ഈ കാണുന്ന റിഫോർമേഷൻ ഒന്നും നമ്മുടെ മുഖ്യമന്ത്രിയോ മുമ്പത്തെ മുഖ്യമന്ത്രി ഉണ്ടാക്കിയതല്ലല്ലോ. അതായത് പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിൽ നിന്ന് സ്ത്രീ കേന്ദ്രീകൃതമായ സമൂഹത്തിലേക്കുള്ള ട്രാൻസിഷൻ സ്റ്റേജിനെയാണ് രാജാ രവിവർമ്മ വരച്ചിരിക്കുന്നത്. അതായത് വീട് ഭരിക്കുന്ന അമ്മയാണ്, അത് അച്ഛൻ വരുന്നത്, അച്ഛനൊരു വിസിറ്റർ മാത്രമാണ്. അതിനെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതെ, സ്ത്രീകളുടെ എല്ലാം, അതായത് ഇവിടെയുള്ള സംബന്ധം എന്ന് പറഞ്ഞ ചില ആൾക്കാർ നായർ സമുദായത്തിൽ മാത്രം സംബന്ധമാണെന്നാണ് പറയുന്നത്. എല്ലായിടത്തും സംബന്ധം എന്നാണ് പറയുന്നത്. എല്ലാവരും നടന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ യൂറോപ്യൻ മൊറാലിറ്റി എന്തായിരുന്നു? ഇവർ പറയുന്ന ഏറ്റവും വലിയ സ്റ്റാൻഡേർഡ് യൂറോപ്യൻ മൊറാലിറ്റി എന്തായിരുന്നു? അതൊക്കെ നമ്മൾ പറയണോ? അത് വിവേകാനന്ദൻ സ്പഷ്ടമായിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? അറ്റ് എ ടൈം when my ancestors were calculating the distance between one star and another star constellation, your forefathers were jumping from one branch of a tree to another. അർത്ഥം മനസ്സിലായില്ലേ? അപ്പോൾ യൂറോപ്യന്മാരെ കളിയാക്കിയാണ്. പക്ഷെ അതേ വിവേകാനന്ദൻ്റെ വാക്കുകൾ പലപ്പോഴും യേശുവിനെ കണ്ടാൽ ഹൃദയ രക്തം കൊണ്ട് കാല് കഴുകാരെന്നൊക്കെ പറഞ്ഞാൽ ശങ്കരാചാര്യൻ നിന്ദിക്കും ചെയ്യുമ്പോൾ എന്തുതരം വേദാന്തമാണത് എന്നാണ് എൻ്റെ ചോദ്യം. ശങ്കരാചാര്യരുടെ മേധാശക്തിയെ വർണ്ണിക്കുന്നതോടൊപ്പം തന്നെ അതായത് ഹൃദയമില്ലായിരുന്നു പറയുകയാണ്. ഇപ്പം പൗരോഹിത്യത്തെ, ഹിന്ദുമതത്തിലെ പൗരോഹിത്യത്തെ എതിർക്കാൻ വേണ്ടി ബുദ്ധമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും പല തവണ പല സമയങ്ങളിലായിട്ട് ഹിന്ദു നാമധാരികളായ പണ്ഡിതന്മാരെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അതിലൊരാളായിരുന്നു രാജാറാം മോഹൻ റോയ്. 1773-4 ഘട്ടത്തിൽ ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആവശ്യപ്രകാരം സുപ്രീം കോടതി നിർമ്മിക്കപ്പെട്ടു ബീഹാറിൽ. ആ സമയത്ത് മുതൽ പ്രസിഡൻസി കോളേജ് കൊൽക്കത്ത, ആ സമയത്തൊക്കെ ഇവർ വിഗ്രഹാരാധനയ്ക്കെതിരാണ്. ബ്രാഹ്മണർ പൂണൂൽ പൊട്ടിക്കണം, കുടുംബം മുറിക്കണം. ബിഷപ്പ് വടി ഉപേക്ഷിക്കണ്ട, മുല്ലാക്ക വടി ഉപേക്ഷിക്കണ്ട. ബ്രാഹ്മണർ പൂണൂൽ മുറിക്കണം, കുടുംബം മുറിക്കണം. എന്തിന്?
ഹിന്ദു മതത്തിന് ഒരു ലീഡർഷിപ്പ്, റിലീജിയസ് ലീഡർഷിപ്പ് ഉണ്ടാവരുത് എന്നുള്ളത് ഇവരുടെ ആവശ്യമാണ്. ഉണ്ടെങ്കിൽ അത് വേദാന്തികൾ മാത്രമായിരിക്കണം. കാരണം നിയോ വേദാന്തികൾ എപ്പോഴും ക്രിസ്തുവിനെയും സ്തുതിക്കും. വേണമെങ്കിൽ അറിയാലോ, രാമകൃഷ്ണ മഠത്തിൽ ബുക്കുണ്ട്, എന്താ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബുക്കുണ്ട്. അതായത് വാട്ട് ദേ നീഡ് ഇസ് അവർ പറഞ്ഞാൽ ഗാന്ധിജിയെ പോലെ അവർ പറഞ്ഞാൽ അനുസരിക്കുന്ന നേതൃത്വം ആയിക്കോട്ടെ. അല്ലാതെ പഴയ പണ്ട് മുതലേ വേദം പഠിച്ചു വന്ന ബ്രാഹ്മണർ വേണ്ട, അവർ ഡീമൺസ് ആണെന്നാണ് പറയുന്നത്. ബ്രാഹ്മണനെ ഡീമണൈസ് ചെയ്യാനുള്ള തന്ത്രമാണ് ബ്രിട്ടീഷുകാരെടുത്തത്. അത് വളരെ ഫലപ്രദമായി നടപ്പിലാക്കി. അത് EMS നമ്പൂതിരിപ്പാട് വന്നപ്പോൾ പരിപൂർത്തി. എന്താ കാരണം? ബ്രാഹ്മണൻ, നായർ, ഈഴവരിൽ വളരെ പ്രമാണിമാരന്നുണ്ടായിരുന്നു, ഒരുപാട് ധനികരുണ്ടായിരുന്നു. അവരുടെ എല്ലാം സ്വത്ത് ആദിവാസിക്കല്ല പോയത് മുഴുവൻ ആർക്കാണെന്ന് നമുക്കറിയാം, റബ്ബർ കർഷകർക്കാണ് പോയത്. ആരാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു പ്ലാൻഡ് ഐഡിയോളജിയാണ്. അതായത് ഹിന്ദുമതത്തിൻ്റെ പൗരോഹിത്യം മാത്രം ഏറ്റവും മോശം. മറ്റേ അവിടുത്തെ പുരോഹിതൻ മഠത്തിൽ വെച്ചിട്ട് 13 കന്യാസ്ത്രീകളെ പീഡിപ്പിച്ചാലും അവന് ഇറങ്ങി നടക്കാം. അവൻ ഒരാളുടെ തെറ്റായിട്ട് കാണുന്നുള്ളത്, പൗരോഹിത്യം തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നില്ല. പക്ഷേ ഹിന്ദുമതത്തിൽ VT ഭട്ടതിരിപ്പാട് അടക്കമുള്ള ആളുകൾ എഴുതിയത് മുഴുവൻ മറ്റാരുടെയോ അജണ്ടകളാണെന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഇതിൽ വളരെ സെൻസിറ്റീവ് ഒരു പേഴ്സൺ ഉണ്ട്, ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ വളരെയധികം തെറി കേൾക്കേണ്ടി. അവർ പഠിച്ചിരിക്കുന്നത് 90% തെറിയാണ്. അപ്പോൾ തെറിയാണ് പറയാം. ഇപ്പോൾ യേശു പരമേശ്വരൻ്റെ പുത്രനാണ്, അല്ലെങ്കിൽ മുഹമ്മദ് നബി മുത്തുരത്നമാണ്. എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്, നാരായണ ഗുരുവിനെ പോലെ ഇത്രയും മഹാനായൊരു കവി, അല്ലെങ്കിൽ ഇത്രയും മഹാനായൊരു ദാർശനികൻ, എന്ത് ദാർശനിക ഗരിമയാണ് ബൈബിളിലുള്ളത്, എന്ത് ദാർശനിക ഗരിമയാണ് ഖുറാനിലുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. വേദാന്തവും വൈദിക ശാസ്ത്രവും പഠിക്കുമ്പോൾ അതിൻ്റെ ഒന്നും വാലറ്റത്ത് കെട്ടാൻ പോലുമുള്ള ദാർശനിക ഗരിമ ഈ ഗ്രന്ഥങ്ങൾക്കൊന്നുമില്ല. എന്നിട്ട് പോലും അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടാവും. അദ്ദേഹത്തെ പോലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റി. അപ്പോൾ രമണ മഹർഷി കണ്ടില്ലേ, ബൈബിളിൽ ഒരു വാക്കങ്ങ് പറഞ്ഞു കൊടുക്കണാരോ, അദ്ദേഹം നിഷ്കളങ്കനാണ്. അദ്ദേഹം പറഞ്ഞു, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ഞാനാണ് നിൻ്റെ ദൈവം, മറ്റാരുമല്ല. ആരെയും പ്രാർത്ഥിച്ച് നിന്നെ നരകത്തിട്ട് പൊരിക്കുന്നു പറഞ്ഞതിൻ്റെ തുടർച്ചയാണത്. മനസ്സിലായില്ലേ? അല്ലാതെ ആത്മജ്ഞാനവും ആത്മാവിൻ്റെ നിശ്ചലതൊന്നുമല്ല. അപ്പോൾ ഇത് കോണ്ടെക്സ്റ്റ് വിട്ടിട്ട് ബൈബിൾ വചനങ്ങൾ ഛർദ്ദിച്ച് വെക്കുന്നത് നമ്മുടെ സാംസ്കാരിക നായകന്മാരുടെയും സന്യാസിമാരുടെ പോലും നിയോ വേദാന്തികളായ സന്യാസിമാരുടെയും ശീലമാണ്. അതുകൊണ്ടാണ് അവരുടെ അടുത്ത് പഠിക്കരുത് ഞാൻ പറയാൻ കാരണം. തീർച്ചയായിട്ടും ഒരു വല്ലാത്ത ഒരു ഷണ്ടത്വത്തിലേക്ക് ഈ സന്യാസിമാർ, ഈ നിയോ വേദാന്തിക് സന്യാസിമാർ യുവജനതയെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതിനകത്ത് ട്രാപ്ഡ് ആയി പോയിരിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു 10 വർഷം മുമ്പ് വരെയൊക്കെ. ഞാൻ അവരെ സംഘടിതമായ ആക്രമണമല്ല ഞാൻ പറയുന്നത്. ക്രിസ്ത്യൻ മൊനാസ്ട്രിയിൽ എന്ത് നടക്കുന്നു അതുപോലെ മഠ സമ്പ്രദായങ്ങളിലൂടെ കൊണ്ടുവരാൻ നോക്കി. ശങ്കരാചാര്യരുടെ മഠങ്ങളോട് എതിർപ്പുമാണ്. അതെ, കാരണം ശങ്കരാചാര്യർ ബൈബിൾ വായിച്ചിട്ടില്ല, സിമ്പിൾ. ഇപ്പോൾ ശങ്കരാചാര്യരെ ഇപ്പോൾ അവതരിപ്പിച്ചാൽ ഗുണമില്ല. ശങ്കരാചാര്യരെ എടുത്ത് കോട്ട് ചെയ്യും. പക്ഷെ ശങ്കര മഠങ്ങളോട് എതിർപ്പാണ്, ഭയങ്കര എതിർപ്പാണ്. കാരണം അവിടെ വൈദിക വിദ്യാഭ്യാസത്തോടു കൂടിയാണ് വേദാന്തം പഠിക്കുന്നത്. അപ്പോൾ മറ്റ് പുസ്തകങ്ങൾ വായിച്ചാൽ അവർക്ക് ചിരി വരും. ബൈബിളോ ഖുറാനോ എടുത്തു കൊടുത്താൽ അയ്യേ ഇതൊക്കെ എന്താണെന്ന് തോന്നും. കാരണം അത്രയും ആഴമുള്ള ഒരു മതത്തിന് 2 വശമുണ്ട്, റിച്വലിസ്റ്റിക് ആൻഡ് ഫിലോസോഫിക്. റിച്വലിസ്റ്റിക് ആണെങ്കിലും ഫിലോസോഫിക് ആണെങ്കിലും കളർഫുൾ ആയിട്ടുള്ള ഒരു മതമേ ഭൂമിയിലുള്ളത് ഹിന്ദുമതമാണ്. ഏത് തരത്തിലുള്ളവനും അതുണ്ടത്. ഒരു ആത്മീയ എവല്യൂഷൻ്റെ ഏത് സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്ക് കേറ്റർ ചെയ്യാവുന്ന അനുഭവ സമ്പത്തുള്ള മതമാണിത്. ഇതിനെയാണ് ബൈബിൾ വെച്ച് ഓരോ ഗീതയിൽ ഒരു കോട്ട് പറഞ്ഞാൽ ഉടനെ ബൈബിളിൽ കോട്ട് പറയാം. അതൊരു ശീലമായി പോയി. ഞാൻ ബൈബിളിനെ കോട്ട് ചെയ്യുന്നതല്ല പറയുന്നത്, എത്രയോ ഗ്രന്ഥങ്ങൾ നമുക്കുണ്ടല്ലോ പറയാൻ. അവരാരെങ്കിലും ബൈബിൾ പറയുമ്പോൾ ഗീത കോട്ട് ചെയ്യുമോ? അപ്പം എന്തിനാണ് അനാവശ്യമായ വിധേയത്വം? ഈ വിധേയത്വം സൃഷ്ടിക്കുന്നതിൽ നിയോ സന്യാസിമാരുടെ പ്രഭാഷണങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ കേട്ടുവന്നൊരു കാര്യമാണ്, ഇവിടെ എല്ലാം ബുദ്ധ ജൈന ക്ഷേത്രങ്ങളായിരുന്നു. ഇവിടെയുള്ള മനുഷ്യർക്കൊന്നും ഒരു ആചരണങ്ങളോ സംസ്കാരങ്ങളോ ഒരു സാധനമില്ല. ഇപ്പം ഞാൻ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു OBC കമ്മ്യൂണിറ്റി നിന്നിട്ടാണ് വരുന്നത്.
എൻ്റെ വീട്ടിലാരും തന്നെ ഇപ്പം നമ്മളൊക്കെ ബുദ്ധമതക്കാരാണ്. ഒ ബി സി കമ്മ്യൂണിറ്റി തെറ്റാണ്. ഒ ബി സി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ചാപ്പ കുത്തിയതാണ്. അതെ അല്ലേ? ഇവിടെ തനതായ പേരുകളുണ്ട് അതിന്. ഈഴവൻ അല്ലെങ്കിൽ അങ്ങനെ പല പേരുകളുണ്ട്, നായർ, നമ്പൂതിരി, പല പേരുണ്ട്. ഈ പഴയ പേരുകൾ പറയരുത്, ഞങ്ങൾ ഗവൺമെൻറ് മുദ്ര കുത്തിയേ പറയാവൂ എന്നതാണ് ഇപ്പോഴത്തെ പറച്ചിൽ. അത് ആനുകൂല്യം. അപ്പോൾ ഒ ബി സി ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി കാണുന്നത്, അല്ലെങ്കിൽ ഒ ഇ സി ആയിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ജനറൽ മാത്രം പോലെ ജാതി പറഞ്ഞൂടെ, എത്ര മോശം സാധനം. ജാതി പറഞ്ഞാൽ എന്താണ്? ഞാൻ ഈഴവൻ, അഭിമാനത്തോടെ ഞാൻ ഈഴവനാണെന്ന് പറയണം. അല്ലേ? നായർ അഭിമാനത്തോടെ നായരാണെന്ന് പറയണം. ടു ബി ഫ്രാങ്ക്, ഞാൻ പറയുന്നത് വെച്ചാൽ ഈഴവ ബൈ റെക്കോർഡ് പ്രകാരം നമ്മൾ ഈഴവയാണ്, നമ്മൾ ബുദ്ധമതക്കാരാണ്. ഇത് ഏത് വഴിയിലാണ് നമ്മൾ ബുദ്ധമതക്കാരാവുന്നത് നമുക്ക് ഇതുവരെ അറിയത്തില്ല. പിന്നാക്കമാണ് ഇതൊരു കാര്യം. ഇപ്പം നമ്മളൊരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷേത്രപ്രവേശനം ഇല്ല, വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ ചരിത്രം എടുത്ത് നോക്കുമ്പം ഏകദേശം ഒരു 1000 വർഷത്തെ ഹിസ്റ്ററി നമുക്ക് പേഴ്സണൽ ഫാമിലിയുടെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വളരെ വ്യക്തമായിരിക്കുന്നതും ശക്തമായിരിക്കുന്ന ഒരു കുല ആചരണ പരമ്പര തന്നെ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ക്ഷേത്രപ്രവേശനമാണ് ഹിന്ദു മതത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതിന് വലിയ ട്രാപ്പാണ്. തീർച്ചയായും പാണനും പുലയനും പറയനും നായർക്കും നമ്പൂരിക്കും ഒക്കെ വീട്ടിൽ വെച്ചാരാധനയുള്ളവരാണ് നമ്മൾ. നമ്പൂതിരിയെ സംബന്ധിച്ച് ഇല്ലത്തെ തേവാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവന് ക്ഷേത്രത്തിൽ പോക്കല്ല പണി. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞ സംസ്കാരം ഉണ്ടാവേണ്ട എത്ര വർഷമായി? 2000 വർഷം മാക്സിമം പറയാം, അല്ലേ? എത്ര അതിനപ്പുറം പറയാൻ പറ്റുമോ? ഇല്ല. ശരിയാണ്, ഭാഗവതത്തിലും മറ്റും, അല്ലെങ്കിൽ ഭാഗവതന്നെ പറയുന്നുണ്ട്, ഈ പിന്നെ രുക്മിണിയെ വിവാഹം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ രുക്മിണി ദുർഗയുടെ ക്ഷേത്രത്തിൽ പോയി തൊഴുത് വന്നു എന്ന് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇത്രത്തോളം വ്യാപകമായി കോമൺ ആരാധനാലയങ്ങൾ ഹിന്ദുമതത്തിന് വന്നിട്ട് 2000 വർഷമായിട്ടേ ഉള്ളൂ. ഒരു പക്ഷേ 2500 കൂട്ടിക്കോ. പക്ഷെ അതിന് മുമ്പും നമ്മളിവിടെ ഉണ്ടല്ലോ. ആ ദേവതകൾ എങ്ങനെയാണ്? അപ്പോൾ ഒരു പരമ്പരയുള്ള കുലദേവതകളെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രത്തിന് ഫോക്കസ് സർക്കാരാണ് കൊടുക്കുന്നത്. അന്നത്തെ ബ്രിട്ടീഷ് സർക്കാരാണ് കൊടുക്കുന്നത്. ഈ ഐഡിയ ഇവിടുത്തെ സാധാരണ ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്ന ആരാണ്? ഏതെങ്കിലും ഹിന്ദു നേതാവ് പറഞ്ഞിട്ടാണോ? അല്ല. ക്ഷേത്രത്തിൽ കയറാൻ ഞങ്ങൾക്ക് അവകാശമില്ലായിരുന്നു നിങ്ങൾ പറയുമ്പോൾ എത്ര കാലം ഈഴവർ എടുക്കുക, ഈഴവർ പോട്ടെ, പറയർ, പുലയർ, അവരുടെ ചരിത്രം കേവലം 1500 വർഷം മാത്രമാണോ? ചരിത്രാതീത കാലം മുതൽ ഈ ജാതി ഗോത്രങ്ങൾ ലോകത്ത് എവിടെയുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൽ കയറാൻ നിങ്ങളെ സമ്മതിച്ചിരുന്നില്ല ബ്രാഹ്മണർ എന്ന് പറഞ്ഞുണ്ടാക്കുന്നത് എത്ര കാലമായിട്ടുള്ള ബ്രാഹ്മണർ കേരളത്തിൽ വന്ന് എത്ര കാലമായി? ഒരു രസകരമായ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ബൈ റെക്കോർഡ് പ്രകാരം ഈഴവയാണെങ്കിലും കൾച്ചറലി നമ്മൾ വേറെ ഇല്ലവർ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണ്. ഈഴവരുമായിട്ട് യാതൊരു ബന്ധമില്ല. ബട്ട് ഉൾപ്പെരുമില്ല. ഇത് നമ്മളെ ബ്ലാങ്കറ്റ് ഇട്ട് മൂടി നമ്മുടെ സംസ്കാരം മുഴുവൻ ഇല്ലാണ്ട് ഇതാക്കിയിട്ട് ബുദ്ധമതം നമ്മുടെ മേളിൽ ചാപ്പൂത്തുന്നൊരു ടീമാണ്. 1903 SNDP രൂപീകരിക്കുകയാണ്. അതിനുശേഷം വലിയ രീതിയിലൊരു സംഘം, അതെ, വലിയ രീതിയിലൊരു മൂവ്മെന്റ് നടക്കുകയാണ്. അതായത് നമ്മുടെയൊക്കെ കുലാചരണങ്ങളൊക്കെ മോശമാണെന്നും ഈ ദേവതകളൊക്കെ ദുർദേവതകളാണെന്നും ഒക്കെ പറയും. വലിയ രീതിയിലുള്ള മാസ് മൂവ്മെന്റ് SNDP സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ അറിയോ? ബാബൂട്ടി യോഗം. അതായത് ശാത്തമൂട്ടാൻ വേണ്ടി, അതായത് ഹിന്ദുമതത്തിന്റെ ശ്രാദ്ധ കർമ്മങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണത്. അപ്പൊ അതടക്കമുള്ള ആചരണങ്ങൾ തെറ്റാണെന്ന് പറയുമ്പോൾ അതിന്റെ അടിത്തറ ഇളകല്ലേ സാർ? അതിന്റെ മുമ്പ് രസകരമായ ഒരു കാര്യം, 1903 SNDP രൂപീകരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ വർഷം 1902 ഒരു വലിയൊരു മൂവ്മെൻറ്റ് ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് എടുക്കുന്നുണ്ട്. അതാണ് കേരളത്തിലെ ആദ്യത്തെ അബ്കാരി ആക്ട്. അതായത് ഈ ചാരായം മദ്യവ്യവസായത്തിനെയൊക്കെ കൂടെ അദ്ദേഹം കൂച്ചുവിലം കിട്ടി നിർത്തുന്നത്. കാരണം ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാരുടെ മുഴുവൻ പണവും സമ്പത്തും എല്ലാം പിടിച്ചെടുത്ത് മദ്യത്തിന് അടിമയാക്കി കൊടുക്കുന്നത്. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് പിറ്റേ വർഷമാണ് SNDP ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ സ്ഥാപക ഡയറക്ടറായിട്ടും ലൈഫ് ലോങ് മെമ്പറായിട്ടും ആലിമുട്ടി ചാന്നാർ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ അരക്കച്ചവടക്കാരനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ഉണ്ട്. അതിനുശേഷം പച്ചയ്ക്ക് പറഞ്ഞാൽ ശ്രീമൂലം തിരുനാളിന് മൂലം കുത്തിയിരിക്കാൻ സമയം കൊടുത്തിട്ടില്ല. തുര ശരങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം 1903 സാധനം ഉണ്ടാക്കിയിട്ട് എല്ലാ ക്ഷേത്രങ്ങളും സർപ്പ ആരാധന പാടില്ല, കാവുകൾ വെട്ടി നിർത്തണം, സർപ്പക്കുളങ്ങൾ. ഏറ്റവും ഡേഞ്ചർ എന്താ വെച്ചാൽ വൈകുന്നേരം ബോധമുള്ള ഒരൊറ്റ ഈഴവനും കേരളത്തിലുണ്ടാവരുത്, കുടിച്ചിരിക്കണം എല്ലാവരും. അല്ല, അങ്ങനെ ആക്കി മാറ്റി. അതായത് തീർച്ചയായിട്ടും അവനവൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ മഹത്വമുള്ള ഒരു വിളക്ക് വെച്ച ആരാധനയോ ഒരു ദീപം കൊളുത്തിയ ആരാധനയോ ഒന്നും പാടില്ല. സന്ധ്യയ്ക്ക് കുടിച്ചിട്ടേ വരാവൂ. അതായത് ഒരു ജനതയെ മുഴുവൻ. അതുകൊണ്ട് നാരായണ ഗുരുസ്വാമി എന്തുകൊണ്ടായിരിക്കും കള്ള് കുടിക്കരുത്, കൊടുക്കരുത്, ചെത്തരുത് പറഞ്ഞ കാരണം അത് ഈ ദ്രോഹം ഹിന്ദുക്കളോട് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. ഇപ്പം ഞാൻ കേട്ട റാന്നി, കോന്നി ഭാഗത്തൊക്കെ മിഷണറിമാർ ഈ വലിയ തുക കൊടുത്തിട്ട് തൊഴിലിന് വിളിക്കും. ഈ പറഞ്ഞ പറയർ, പുലയർ തുടങ്ങിയ ആൾക്കാരെ അവർക്ക് പോകുമ്പോൾ റാക്ക് വാങ്ങി കൊടുക്കും. അന്ന് അറാക്ക് അല്ലേ? എന്തിനാണ്?
കുടിപ്പിക്കുക എന്നുള്ളതാണ്. ഹിന്ദുക്കളെ ചാരായം കുടിപ്പിച്ച് നശിപ്പിക്കുക, അവരുടെ അവരുടെ സ്വത്വത്തെ കാണാതിരിക്കുക, അവരുടെ കുലദേവത്തെ ആരാധിക്കാതിരിക്കുക, അതൊക്കെ പ്രാചീനമാണ്, ഇത് പൈശാചികമാണെന്ന് പറഞ്ഞു വരുത്തുക. അപ്പോൾ ഇത് വലിയൊരു മൂവ്മെൻറ്റാണ്, അൺസീൻ ഡെപ്തുള്ള ഒരു മൂവ്മെൻറ്റാണിത്. ഇത് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ശത്രുവായി. ഇതൊക്കെ ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ നമ്മൾ ശത്രുവായി. ബൗദ്ധം, ഇപ്പോൾ ഞാൻ പറയുന്നത് അയ്യപ്പനെ പറയും ബുദ്ധനാണെന്ന് പറയുന്നത്. വിഗ്രഹാരാധന എതിർത്തുകൊണ്ട് രംഗത്ത് വന്ന ആളാണല്ലോ ഈ ബുദ്ധൻ എന്ന് പറഞ്ഞ ആൾ. അങ്ങേരാണ് എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളും ഇവർ പറയുന്നത്. അതായത് ഹിന്ദുക്കൾ ക്ഷേത്രത്തിലൂടെ നശിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റിപ്പോയി. അവർ ക്ഷേത്രത്തിലൂടെ വളരാൻ തുടങ്ങി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ആ ക്ഷേത്രങ്ങൾ നിങ്ങളുടെ നല്ലെന്ന് പറയണം. ഇതിൻ്റെ ഒരു പാരഡോക്സ് എന്താണെന്നറിയാമോ? ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളെല്ലാം ബൗദ്ധവും ജൈനവും ആയിരുന്നു. അതൊരു വാദം. ഇതാണ് ഒരേ ആൾക്കാരെ ഒരേ വായ കൊണ്ട് രണ്ട് കാര്യം പറയണം. അതേ ആൾക്കാർ പറയുന്നു ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണർ പണ്ട് മുതലേ ഈഴവരെ കയറ്റിയില്ല. അപ്പോൾ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ബ്രാഹ്മണരുടേതായിരുന്നോ അതോ ബൗദ്ധരുടേതായിരുന്നു? അവരുത്തരം പറയട്ടെ. അല്ല, ബ്രാഹ്മണർ പിടിച്ചടക്കി ബൗദ്ധരെ കഴിയുന്നത്. ബൗദ്ധരുടെ കാലത്ത് എല്ലാവർക്കും കയറാമായിരുന്നു. ശരി, അതിനെന്ത് തെളിവാണുള്ളത്? ഒരു ബൗദ്ധ ക്ഷേത്രത്തിലേക്ക് ഇന്ന് വിളിക്കുന്ന വിഭാഗങ്ങളൊക്കെ പോയിരുന്നു എന്നുള്ള തെളിവെന്താ ഉള്ളത്? 2, ബ്രാഹ്മണർ 1900s മുതൽ ബ്രാഹ്മിൺ റെജിമെൻറ്റ് 3 ഉണ്ടായിരുന്നു ഇന്ത്യൻ മിലിറ്ററിക്ക്. അന്നത് ബ്രിട്ടീഷ് മിലിറ്ററിക്ക് പ്രബലമായിരുന്നത്. വേൾഡ് വാറിൽ പങ്കെടുത്തവരാണ്. അവരാരെങ്കിലും വന്നിട്ടാണോ ഈ ക്ഷേത്രത്തിൽ നിന്ന് ബൗദ്ധരെ വെടിവെച്ച് തുരത്തിയിട്ട്? അങ്ങനെ ബ്രാഹ്മണരും ബൗദ്ധരും തമ്മിൽ ഫിസിക്കൽ കോൺഫ്രണ്ടേഷൻ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ചരിത്ര സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല.